ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. അവിടെ യഹോവയായ ദൈവം യോനയോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ അനുസരിക്കാതെ പുറപ്പെടുന്ന യോന തർശിസ് കപ്പലിനകത്തിരിക്കുമ്പോൾ ഒത്തിരി യാത്രക്കാരുമുണ്ട്. ആ കപ്പലിനകത്ത്, യോന ഉൾപ്പെടുന്ന ആ കപ്പലിനകത്ത് അസാധാരണമായ പ്രതികൂല കാറ്റടിക്കുകയാണ്. കാറ്റടിക്കുന്നു, കടലിൻ്റെ സ്ഥിതികൾ മാറുന്നു. അപ്പോൾ അതിനകത്തുള്ളവരൊക്കെ ഇതെന്തുകൊണ്ട് എന്ന് ചിന്തിച്ച് അവിടെ ചീട്ടിടുന്നു. ചീട്ട് യോനയ്ക്ക് വീഴുന്നു. അങ്ങനെ ഈ കപ്പല് ഇത്രയും കോള് മാറി പ്രയാസമുണ്ടാകാനുള്ള കാരണം അവർ കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിച്ചിട്ട് അവർ യോനയോട് തന്നെ ചോദിക്കുകയാണ്, ഇത് മാറാനായിട്ട് എന്ത് ചെയ്യണം? യോന പറയുന്നുണ്ട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടാൽ മതി, കടൽ ശാന്തമാവും. ഇത് മനസ്സിലാക്കുന്ന ആ കപ്പലിനകത്തുള്ള യാത്രക്കാര് ഉടനെ യോന എടുത്ത് സമുദ്രത്തിലേക്ക് ഇടുന്നില്ല, വീണ്ടും ഒരു വെയിറ്റ് ചെയ്യുക. എന്നാൽ ഒരല്പം കഴിയുമ്പോൾ ദൈവവചനം പറയുന്നു, അവർ യോനയെടുത്ത് സമുദ്രത്തിലോട്ടിടുന്നു. ഉടനെ തന്നെ സമുദ്രത്തിലെ പ്രയാസം മാറി, അത് ശാന്തമാകുന്നു. ഇത് കാണുന്ന ജനം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകൾ നേർന്നു. വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് ഒരു ശാന്തത വന്നപ്പോൾ, ശാന്തത വരുന്നതിന് മുമ്പ് യോന പറയുന്ന ഒരു കാര്യം അവിടെ കിടപ്പുണ്ട്. ഞാൻ ഭജിക്കുന്ന ദൈവം കടലിനെയും കരയെയും സൃഷ്ടിച്ച ഒരു ദൈവമാണ്. അപ്പോൾ ഇത്രയും വലിയ ദൈവത്തെ, ആ വലിപ്പത്തെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇനി യോന എടുത്ത് സമുദ്രത്തിലോട്ട് ഇടുമ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയും അവർ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഭയവും പ്രവൃത്തിയെല്ലാം ഒരു യാഗം കൊണ്ട് അവിടെ അവസാനിക്കുക. ഇതുപോലെയാണ് പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധി വരുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നു, സമാധാനമായി ആ വിഷയം അങ്ങ് ശാന്തമായി കഴിയുമ്പോൾ നമ്മൾ അവിടെ വിട്ട് തിരിയുകയാണ്. പുതിയ നിയമസഭയ്ക്കകത്ത് നിൽക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന് പറയാനുള്ളത്, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. അതിൻ്റെ അർത്ഥം കാര്യം കാണാൻ വേണ്ടി മാത്രമല്ല കർത്താവ്, നമ്മുടെ ലൈഫിൻ്റെ അവസാനം വരെ, ഒന്നുകൂടെ പറഞ്ഞാൽ ഇവിടെ നിന്ന് നിത്യതയിലോട്ട് എത്തിക്കുന്നത് വരെ ആ കർത്താവിനെ മുറുകെ പിടിച്ച് കാറ്റും കോളും ഒക്കെ ഉണ്ടാകുമ്പോഴും സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുമ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ച് കേവലം കാര്യസാധ്യം മാത്രമല്ല എന്ന് മനസ്സിലാക്കി ആത്മാവിൽ ആ കർത്താവിനെ കൊണ്ടു നടപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. God bless you.